ഓക്കെ, നിങ്ങൾക്കറിയാമല്ലേ, ഇതാണ് നമ്മളെ സ്വന്തം പാണ്ട. ഇത് ജംഗിൾ ബയോമിലാണ് കാണപ്പെടുന്നത്. അവിടെ ഭയങ്കര റെയറാണ്. അപ്പം ഇതിന് നമ്മൾ അഥവാ ഒരു ബാമ്പു കൊടുക്കുകയാണെങ്കിൽ അത് രസത്തോടെ ഇരുന്ന് കഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്കറിയാമോ പാണ്ട ബാമ്പു അല്ലാതെ കേക്കും ഇരുന്ന് കഴിക്കുന്ന കാര്യം? അത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാവും. സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇല്ലായിരുന്നു ഗായ്സ്, കാരണം എൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം നിങ്ങൾക്കറിയാമല്ലോ ഗായ്സ്, പരീക്ഷയൊക്കെ ആയിരുന്നെന്ന്. ഇപ്പോൾ നമ്മളെ പരീക്ഷ തീർന്ന് ഇപ്പോൾ നമുക്ക് ചിറക് മുളച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു 10 ദിവസത്തെ വെക്കേഷനിൽ എല്ലാവർക്കും 10 ദിവസമാണല്ലോ, അപ്പോൾ ഞാനതിൽ മാക്സിമം 4 വീഡിയോ എങ്കിലും ഇടാൻ നോക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ ആ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണ 99% ആൾക്കാർക്കും അറിയാൻ പാടില്ലാത്ത കുറച്ച് മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷനുള്ള കുറേ ഫാക്ട്സുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ലൈക്ക് 25 ലൈക്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക ഗൈസ്. വീഡിയോ വരാത്ത കാരണം എന്ന് പറയുന്നത് ഞാനൊരു സീരീസിന് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ സീരീസ് ഞാൻ എത്ര റെക്കോർഡ് ചെയ്യുമ്പോഴും ഞാൻ ചാവയാണ്. അപ്പോൾ ആ ചാവുന്ന സീരീസ് ചെയ്താൽ നിങ്ങൾ ഒന്ന് ഗസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഫാക്ട് നമ്പർ 1. അപ്പോൾ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റിൽ ഫാർലാൻഡ്സ് എന്തുവന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും, കേട്ടിട്ടില്ലാത്ത കുറേ പേരുണ്ടാവത്തില്ല. അപ്പോൾ ജാവ എഡിഷനകത്ത് അത് പണ്ട് കാലത്ത് അപ്ഡേറ്റുകളിൽ ഉണ്ടായിരുന്ന ഒരു ഗ്ലിച്ച് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്ലിച്ച് നമ്മളെ മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷൻ, അതായത് പോക്കറ്റ് എഡിഷനിലും ഉണ്ട്. പക്ഷേ ഇതിന് വേറെ പേരാണ്, സ്ട്രിപ്പ് ലാൻഡ് എന്നാണ് ആ പേരിൽ അറിയപ്പെടുന്നത്. അത് നല്ല ദൂരത്ത് പോകുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ എന്താ ഈ അടിക്കുന്ന കോർഡിനേറ്റിലൂടെ നിങ്ങൾ നേരെ ടെലിപ്പോർട്ട് ആവുക. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ എന്താ ഈ കോർഡിനേറ്റ് സ്ക്രീനിൽ തരുന്നുണ്ട്. അപ്പോൾ അത് അടിച്ച ശേഷം നിങ്ങൾ അങ്ങോട്ട് ടെലിപ്പോർട്ട് ആവണം. ടെലിപ്പോർട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ അബ്നോർമലായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ക്രിയേറ്റീവിലാണ്. ഇപ്പോൾ അതാ നിങ്ങൾക്ക് അവിടെ കാണാം, അങ്ങോട്ടൊക്കെ നോർമലാണ്. പക്ഷേ അതിൻ്റെ ബാക്കിലോട്ട് നിങ്ങൾ നോക്കുമ്പോൾ അബ്നോർമലായിട്ട് കുറച്ച് സ്ട്രിപ്പായിട്ടുള്ള വഴികൾ കാണാൻ സാധിക്കും. ഒരു സ്ട്രിപ്പ് ആയിട്ടുള്ള സ്ഥലം, ഇതിനാണ് സ്ട്രിപ്പ് ലാൻഡ്സ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇലൈട്ര ഇട്ട് ഇത് ലോക്കറ്റ് ഇട്ട് അല്ലാതെ നിങ്ങൾക്ക് അവിടുന്ന് അനങ്ങാൻ ഒക്കത്തില്ല. അതാണ് ഗ്ലിച്ച് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഇതിട്ടുകൊണ്ട് പറക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ അതെനിക്ക് നല്ല ഗ്ലിച്ചാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല പറന്നുകൊണ്ടാണെങ്കിൽ. അല്ലാതെ നിങ്ങൾ ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ശേഷം എവിടെയെങ്കിലും ഇരിക്കാനുള്ള കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ അത് വേണ്ട. ഞാൻ പറയുന്നത് കേട്ടാൽ കൊള്ളാം. അല്ലാതെ എവിടെയെങ്കിലും പോയി ഇരിക്കുക, ഇവിടെ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് കയറിപ്പോവും. പിന്നെ നിങ്ങൾ പുറത്തിറങ്ങേണ്ടി വരും. ഫാക്ട് നമ്പർ 2. അപ്പോൾ നിങ്ങൾക്ക് ആക്സിലോട്ടിലിനെ കുറിച്ച് അറിയാമായിരിക്കും. 1.17 ആഡാക്കിയ ആക്സിലോട്ടിലാണ്. അപ്പോൾ ഈ ആക്സിലോട്ടിലിൻ്റെ പേരിൽ ഒരു ഗ്ലിച്ച് ഉണ്ട്. ഇപ്പോൾ നമുക്ക് അഥവാ ഒരു ആക്സിലോട്ടിലിനെ ഒരു ലീഡ് ഇട്ട് കെട്ടിയതിന് ശേഷം പിന്നെ ആ വാട്ടർ ബക്കറ്റ് വെച്ച് ആ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു ആക്സിലോട്ടിലിനെ നമ്മൾ ബക്കറ്റിലോട്ട് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മാജിക് കാണാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ വെള്ളം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ ബക്കറ്റിൽ ആക്സിലോട്ടിനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഡിഫറൻസ് കാണുന്നുണ്ട്. നമ്മളെ കയ്യിടുന്ന ഒരു ലെഡ് അങ്ങ് കാണാതെ പോയിട്ടുണ്ട്, ഡിസപ്പിയർ ആയിട്ട്. അപ്പോൾ ഇനി ഈ ലെഡ് എവിടെ പോയെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യമേ ഈ ആക്സിലോട്ടിലെ ബക്കറ്റ് ഒന്നും കൂടെ തറയിൽ എറിയണം. അപ്പോൾ ഞാൻ എറിയുമ്പോൾ ആ ബക്കറ്റിൽ കൂടെ ഒരു ലെഡും കൂടെ തെറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫാക്ട് നമ്പർ 3. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റീഇൻഫോഴ്സ്ഡ് ഡീപ് സ്ലേറ്റ് അറിയാം. ഇപ്പോഴത്തേക്ക് മൈൻക്രാഫ്റ്റിൽ ബെഡ്റോക്ക് കഴിഞ്ഞ് ഏറ്റവും കട്ടിയുള്ള സാധനമാണ് ഇത്. നമ്മൾ നെതറൈറ്റ് പിക്കാച്ച് വെച്ച് മൈൻ ചെയ്യണമെങ്കിൽ എത്ര നേരം എടുക്കുമെന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മാത്രമേ അറിയാവൂ. അത് ഞാൻ ഇന്നത്തെ വഴി കാണിച്ചു തരാം. സ്പീഡ് അപ്പ്. ടോട്ടൽ 1 minute 25 seconds ആണ് നമ്മൾ ഒരു സാധാരണ ഡീപ് സ്ലേറ്റ് മൈൻ ചെയ്തെടുക്കുന്നത്. അതായത് ഡിഫോൾട്ട് ആയിട്ടാണെങ്കിൽ 84 സെക്കൻഡ്. അപ്പോൾ ഇനി അഥവാ നമ്മൾ അത് എഫിഷ്യൻസി 5 ഉള്ള നെതറൈറ്റ് പിക്കറ്റ്സ് വെച്ചാണെങ്കിൽ എത്ര നേരം എടുക്കുമെന്ന് നോക്കാം. അപ്പം ജസ്റ്റ് സ്പീഡ് അപ്പ്. അപ്പോൾ ഈ ഒരു ഡീപ് സ്ലേറ്റ് പൊട്ടിക്കാനും നമുക്ക് എടുത്ത സമയം 1 minute 25 സെക്കൻഡ് ആയിട്ട്, ഡിഫോൾട്ട് 84 സെക്കൻഡ്. അപ്പം എഫിഷ്യൻസി 5 ഉള്ളതോ ഇല്ലാത്ത എല്ലാം ഒന്നും തന്നെയാണ് ഗൈസ്. പിന്നെ നെതറൈറ്റ് പിക്കാസ് എന്നല്ല, വുഡൻ പിക്കാസ് വെച്ച് മൈൻ ചെയ്താൽ അത് തന്നെയാണ്. പിന്നെ ഫുൾ നെതറൈറ്റ് ബീക്കൺ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്ര നേരം എടുക്കുമെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഹേസ്റ്റ് 2 എഫക്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡീപ് സ്ലേറ്റ് മൈൻ ചെയ്യാം. സ്പീഡ് അപ്പ്. ഇപ്രാവശ്യം ഗൈസ് നമുക്കിവിടെ 55 സെക്കൻഡ് എടുത്തോളൂ ഡീപ് സ്ലേറ്റ് മൈൻ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ കഷ്ടപ്പാടാണ്. എന്നാൽ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പേ തന്നെ കാണിച്ചു തന്നത്. ഫാക്ട് നമ്പർ 4. അപ്പോൾ നിങ്ങൾക്ക് ഗൈസ് എന്തായാലും കുതിരയെക്കുറിച്ച് അറിയാമായിരിക്കും. നമ്മളെ മൈൻക്രാഫ്റ്റിൽ ഇപ്പോൾ കുതിരയെ നമുക്ക് ടൈം ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് അതിൻ്റെ പുറത്തുനിന്ന് ഒരു ഹേർട്ട് ടൈപ്പ് സിമ്പിൾ ഇങ്ങനെ പുറത്ത് വരുമ്പം അതിനൊരു സാഡിൽ എടുത്തിട്ട് കൊടുക്കണം. എന്നാൽ നമുക്ക് ഇതിൻ്റെ പുറത്ത് റൈഡ് ചെയ്ത് നടക്കാൻ പറ്റും. എന്നാൽ അതല്ല ഫാക്റ്റ്. ഇപ്പോൾ നിങ്ങൾ അഥവാ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ആ വെള്ളത്തിൽ കുതിരയുടെ പുറത്ത് നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് പിന്നെയും കയറുകയാണെങ്കിൽ പിന്നെ ഇറങ്ങും. എന്നാൽ ഇതുമല്ല ഫാക്റ്റ്. നമ്മൾ അഥവാ ഒരു സ്കെലട്ടൺ ഹോഴ്സിനെ ഇപ്പോൾ അവിടെ സ്പോൺ ചെയ്യുകയാണ്. ഇപ്പോൾ സ്പോൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുതിരയുടെ പുറത്ത് കയറി കഴിഞ്ഞാൽ
നമുക്ക് അതിന് സാഡിൽ വെക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അത് നമ്മളെ കൂടെ നടക്കും. പക്ഷേ ജാവ എഡിഷനിൽ അതങ്ങനെ വർക്ക് ആവത്തില്ല, അതിനകത്ത് സാഡിൽ വേണം. എന്നാൽ ഇതുമല്ല ഇതിനകത്തുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്കെൽട്ടൺ ഹോഴ്സിനെ വെച്ചോണ്ട് വെള്ളത്തിൻ്റെ അടിയിലും ഓടി നടക്കാം. അതായത് വെള്ളത്തിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഇത് കടലിൻ്റെ അടിയിൽ കൂടെ മുകളിൽ കൂടെ പോകണമൊക്കെ റൈഡ് ചെയ്ത് പോവാം, നമ്മൾ ഇറങ്ങിയൊന്നും പോകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് ജാവയിൽ വർക്കാവും പറഞ്ഞില്ല, ബെഡ്റോക്ക് എന്തായാലും വർക്കാവും. ഫാക്ട് നമ്പർ 5, ഇതറിഞ്ഞൂടാത്തതായിട്ട് ആരുമില്ല, സ്കൾക്ക് സ്ട്രൈക്കർ. ഇത് നമ്മൾ ആൻഷ്യസ് സിറ്റി കാണപ്പെടുന്ന ഒരു ദുരന്തമായ സാധനമാണ്. ഇതിൻ്റെ മുമ്പിൽ നമ്മൾ അറിയാതെ ചാടുകയോ അടുത്തൂടെ പോവുകയോ ചെയ്യണം. ഇതിൽ നിന്ന് ഭയാനകമായൊരു ശബ്ദവും ഇരുട്ടും വരും. അത് കഴിഞ്ഞ് നിങ്ങളെ എഞ്ചിടിപ്പ് ഇതുപോലെയായിരിക്കും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗൈസ്, ഞാൻ തമാശ പറഞ്ഞേ. നിങ്ങൾക്ക് ഇവിടെ ഡാർക്ക്നെസ് എഫക്റ്റ് ചെയ്താലും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ അഥവാ രണ്ടാമത്തെ തവണ അറിയാതെ ഒന്ന് ചാടി പോയാൽ നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ ഒരു വിയേർഡ് ശബ്ദം കേട്ടൊരു ഡാർക്ക്നെസ് എഫക്റ്റ് ആയിരിക്കും, നിങ്ങൾ ഒരു കാര്യം കൊണ്ട് പേടിക്കേണ്ട. കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നാമത്തെ തവണ എടുത്ത് അതിൽ പിന്നെ ഒരു വ്യത്യാസമായിട്ടൊരു ശബ്ദം കേൾക്കുക, പിന്നെ ഒരു ഡാർക്ക്നെസ് എഫക്റ്റ് ആയിരിക്കും. എന്നാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് നിങ്ങൾ പിന്നെ 4ാമത്തെ തവണ ഇതേപോലെ ആവർത്തിക്കാൻ നിന്നാൽ നിങ്ങൾ വിവരം അറിയും. എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ഡാർക്ക്നെസ് ആയി. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ലേ ഇവിടെ 4ാമത്തെ തവണ വാർഡൻസ് പോകണം. എന്നാൽ ഈ ഫാക്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഫാക്ട് കാണാം. ഫാക്ട് നമ്പർ 6, ഇപ്പോൾ നിങ്ങൾ അഥവാ ഇപ്പോൾ ഒരു ആൻഷ്യസ് സിറ്റിയിൽ നിങ്ങൾ അറിയാതെ ഒരു വാർഡൻ സ്പോണായി പോയി. നിങ്ങൾക്ക് ആ വാർഡൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് വാർഡനിൽ നിന്ന് കുറച്ചെങ്കിലും ദൂരെ രക്ഷപ്പെടാം. നിങ്ങൾ അതിൻ്റെ മുമ്പിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ വളരെ സ്ലോവും വാർഡൻ. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന സമയം കൊണ്ട് നിങ്ങൾ ഓടി ഇവിടുന്ന് കണ്ടുപിടിച്ചോണം. എന്നാൽ നിങ്ങൾക്ക് ജീവനും കൊണ്ട് ഓടാം. ഹാർഡ് കോർ പ്ലേയേഴ്സിന് ബെസ്റ്റ്. ഫാക്ട് നമ്പർ 7, നിങ്ങൾ അഥവാ ഇവിടെ ഒരു വാർഡനെ എവിടെയെങ്കിലും ഒന്ന് സ്പോണാക്കിന്ന് വെച്ചോ. ഈ വാർഡൻ എന്നേക്കുമായിട്ട് അവിടെ വായി നോക്കി നിൽക്കത്തില്ല, ഈ വാർഡൻ തിരിച്ചു പോവുകയും ചെയ്യും. അതെങ്ങനെ പോണേ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു സ്പീഡപ്പ് വീഡിയോയിൽ വാർഡന് ബോറടിക്കും. അത് കഴിഞ്ഞ് വാർഡൻ തിരിച്ചോ ശബ്ദം കേൾക്കാതാവുമ്പം. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കണേ. അപ്പം നമുക്ക് നേരെ ഇനി അടുത്ത ഫാക്റ്റിലോട്ട് പോവാം. ഫാക്ട് നമ്പർ 8, ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മോബ് സ്പോണർ എല്ലാവർക്കും അറിയാം. അപ്പോൾ പല ടൈപ്പ് മോബ് സ്പോണർ ഉണ്ടാവും. സ്കെൽട്ടൺ സ്പോണർ, സോംബി സ്പോണറുകൾ, പിന്നെ അല്ലാതെ സ്പൈഡറിൻ്റെ സ്പോണർ, ബ്ലേസ് സ്പോണർ, പിന്നെ മാഗ്മ സ്പോണർ. ഇന്നലത്തെയൊക്കെ അറിയാൻ പറ്റും. പക്ഷേ നമ്മളപ്പോൾ മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷനകത്ത്, പോക്കറ്റ് എഡിഷനകത്ത് ഏത് സ്പോണർ വേണമെങ്കിലും നമുക്ക് എഗ്ഗ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങളൊന്ന് തൊട്ട് കൊടുത്താൽ ആ എഗ്ഗ് വെച്ച് നമുക്ക് സ്പോണർ ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാതെ ജാവ എഡിഷനകത്താണെങ്കിൽ നമുക്ക് സ്പെസിഫിക് കമാൻഡ് അടിക്കണം ഏത് സ്പോണർ വേണമെന്ന് വെച്ചാൽ. പക്ഷേ ബെഡ്റോക്ക് എഡിഷനിൽ അതൊക്കെ സാധിക്കും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കണേ. അപ്പം നമുക്ക് നേരെ ഇനി അടുത്ത ഫാക്ട് കാണാൻ പോവാം. ഫാക്ട് നമ്പർ 9, ഇപ്പം നിങ്ങൾ എപ്പോഴും എൻഡിൽ പോകും കഴിച്ചു. എന്നിട്ട് ഇവിടെ കുറേ യൂട്യൂബേഴ്സ് ഒബ്സിഡിയൻ ടവറും പൊട്ടിക്കും. പക്ഷെ നിങ്ങൾക്കറിയാമോ എത്ര ഒബ്സിഡിയൻ എത്ര പൊക്കത്തിൽ എത്ര വൈ ലെവലിലുണ്ടെന്ന്? അപ്പോൾ അതിൻ്റെ ചാർട്ട് ഞാൻ എന്താ സ്ക്രീനിൽ തരുന്നുണ്ട്. ഇപ്പോൾ അതാ ഇവിടെ കാണാം 76 തുടങ്ങി 103 വരെ ഉണ്ടാവും. 10 പില്ലാറുണ്ടാവുന്നു. അപ്പം ഇതിൽ എവിടം വരെ ഉണ്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം. അതായത് ഇപ്പോൾ 79 ഞാൻ നിൽക്കുന്നത്. അതുപോലെ ഞാൻ ഇപ്പോൾ അടുത്ത ടവറിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ 82 ആയിരിക്കും അവിടുത്തെ വൈ ലെവല്. അപ്പോൾ അത് മാത്രമല്ല കൈസ്, ഇത് വൈ ലെവൽ 0 വരെയും പോകും അടിവശത്ത് വോയിഡിലോട്ട്. ഇങ്ങോട്ടൊന്നും വന്ന് ഒബ്സിഡിയൻ മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്, പിന്നെ താരം കാണേണ്ടി വരും, നമ്മളെ കാര്യം തീരുമാനമാവും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു ചാർട്ട് തരാം, ഈ ഓരോ ഒബ്സിഡിയൻ ടവറിൽ എത്ര ഒബ്സിഡിയൻ ഉണ്ടെന്ന്. നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് വേണമെങ്കിലും വായിക്കാം. ഗൈസ്, ഈ പില്ലാറിൽ എത്ര ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് ഫാക്റ്റ് കാണാം. ഫാക്ട് നമ്പർ 10, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിതറിനെ എല്ലാവർക്കും അറിയാമായിരിക്കും ഗൈസ്. ഓൾ റൈറ്റ്, ഇപ്പോൾ നമ്മളിവിടെ ഒരു വിതറിനെ സ്പോൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഈ വിതർ 4 സോൾസ് ഓയിലും സോൾ സാൻഡ് അത് വെച്ച് നമുക്ക് സ്പോൺ ചെയ്യാൻ സാധിക്കും. പിന്നെ 3 വിതർ സ്കെൽട്ടൺസ് കല്ലും. അത് നമുക്ക് വിതർ സ്കെൽട്ടനെ തട്ടുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ അൾട്ടിമേറ്റ് ബോസ് ഇവിടെ സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അടുത്ത ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും അല്ല ഫാക്റ്റ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്നോ ബയമി വന്നിട്ടുണ്ട്, ഒരു സ്നോയി ടൈഗർ അല്ലെങ്കിൽ സ്നോയി സ്ലോപ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എന്തോ കാണിച്ചു തരാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു വിതറിനെ സ്പോൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇവിടെ വിതറിനെ സോൾസ് ഓയിലൊക്കെ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമേ ഞാൻ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. സ്നോ അല്ല, സോൾ സാൻഡ് മാറിപ്പോയി. അതൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ വിട്ടേക്കണേ. അപ്പോൾ ഇവിടെ നമ്മൾ സോൾ സാൻഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇനി വിതർ സ്കെൽട്ടൺസ് കല്ല് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ കണ്ട ഗൈസ്, ഇതാണ് ഫാക്റ്റ്. നമുക്കൊരിക്കലും സ്നോ ഉള്ള സ്ഥലത്ത് നമുക്കൊരിക്കലും വിതറിനെ സ്പോൺ ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് ഗൈസ് നമ്മളെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ഫാക്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ കള്ളമായിട്ട് തോന്നുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ അടുത്ത് ഇവിടെ സ്ഥലമുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു വിതറിനെ സ്പോൺ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ വിതർ സ്പോൺ ആയിട്ടുണ്ട്. എന്നാൽ നമ്മളെ തൊട്ട് ബാക്കിൽ തന്നെയാണ് സ്നോയി ഭയം. അപ്പോൾ ഇത് എത്ര പേർക്കറിയാം എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കണേ.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഫാക്ട്സ് എല്ലാം കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും അയച്ചു കൊടുത്ത് അവരെ ഒന്ന് അത്ഭുതപ്പെടുത്തുക. അപ്പം ഇനി നമുക്ക് അടുത്ത സീരീസിൽ കണ്ടുമുട്ടാം. അന്നേരത്തേക്കും ബൈ.